അമാന്തം കാണിക്കുന്നവര്, ഇച്ഛാശക്തി ഇല്ലാത്തവര് അവരെ പിന്നിലായി പോകും. മനുഷ്യൻ പലതര രീതിയിലാണല്ലോ ഉള്ളത്. ബുദ്ധിയും പലതരത്തിലാണുള്ളത്. ഇച്ഛാശക്തി, ബുദ്ധി മാത്രമല്ല ഇച്ഛാശക്തിയും പലതരത്തിലാണുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു ഇക്വാലിറ്റി ഉണ്ടാവുന്ന ഇങ്ങനെ മോഹനമായ സ്വപ്നം ഉണ്ടാക്കി ആൾക്കാരെ ഇങ്ങനെ അതിൻ്റെ പുറകെ കൊണ്ടുനടക്കാവുന്നല്ലാതെ ഇത് നടക്കത്തില്ല. അതാണ് ഉട്ടോപ്പിയനാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം ഇച്ഛാശക്തി വ്യത്യാസമാണ്. ഇപ്പം കടപ്പുറത്ത് തന്നെ ഞാൻ എത്രയോ ഇടവക ഇരുന്നിട്ടുള്ളതാണ്. അപ്പൊ ചില വെള്ളം താമസിച്ച് ഇറക്കത്തുള്ളൂ. എന്താ കാര്യം? അതിനകത്തുള്ളവർ ചില ആൾക്കാരൊക്കെ 3 മണിക്ക് വെളുപ്പിനെ ഇറങ്ങിപ്പോവും. അവൻ ഒരു 6 മണിയാകുമ്പോൾ വത്തിയും അയിലയും കൊണ്ട് അടുക്കും. അപ്പോഴേക്ക് ചില ആൾക്കാർ അറിഞ്ഞും കേട്ടും പറ്റത്. ഇച്ഛാശക്തിയില്ല. അപ്പൊ ഈ വെളുപ്പിനെ ഉണരുന്ന കിളിക്കല്ലേ ഇര കിട്ടത്തുള്ളൂ. അപ്പൊ ബുദ്ധിപരമായിട്ട് വ്യത്യാസം മാത്രമല്ല, ഇച്ഛാശക്തിയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഈ അസമത്വവും നിലനിൽക്കുന്നതും. ഈശോ പറഞ്ഞ് പാവത്തുകൾ എപ്പോഴും നിങ്ങളുടെ ഉണ്ടാവും, നിങ്ങൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ കരുതണമെന്നേ ഉള്ളൂ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.